സുനിലേട്ടാ, ധന്യ. ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം കിട്ടി എന്നതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്, ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നതാണ്. ചേട്ടൻ എന്ത് തോന്നുന്നു? പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയതും ദിലീപിന്റെ ശിക്ഷയായിട്ട് എന്താ ബന്ധം? ആ കേസിലാണല്ലോ പൾസർ സുനി ഇതുവരെ പൾസർ സുനിക്ക് ഇത്രയും 7.5 വർഷത്തോളമായിട്ടും മറ്റ് പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടിയിട്ടും പൾസർ സുനിക്ക് മാത്രമാണ് ജാമ്യം കിട്ടാതിരുന്നത്. പൾസർ സുനി ആരോപിച്ചത് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണല്ലോ പൾസർ സുനി പറഞ്ഞത്. എത്രാമത്തെ പ്രതിയാ? ഒന്നാം പ്രതി. ദിലീപ് എത്രാമത്തെ? 8ാം പ്രതി. അപ്പോൾ 1ാം പ്രതി ജയിലിൽ കിടന്നു 7.5 വർഷം, 8ാം പ്രതി ജയിലിന് പുറത്ത് കഴിയുന്നു. അപ്പോൾ അതിനെന്തായിരിക്കും കാരണം? അല്ല, ദിലീപിന്റെ അഭിഭാഷകനാണ് ഈ വിചാരണ ഇത്രയും കൊണ്ടുപോയി. അതിലേക്ക് വരും മുമ്പ് ഞാൻ ചോദിച്ചത്, പൾസറിന് ജാമ്യം കിട്ടി, അതുകൊണ്ട് ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, 1ാം പ്രതിയായ പൾസർ സുനി ജാമ്യം കിട്ടാതെ 7.5 വർഷം ജയിലിൽ കിടന്നു. 8ാം പ്രതിയായ ദിലീപ് കുറച്ച് നാൾ ജയിലിൽ കിടന്നു, പക്ഷേ ഇത്രയും കാലം പുറത്താണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം തെളിവുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലില്ല. നേരിട്ട് അതിൽ ജയിലിനകത്തേക്ക് ആക്കേണ്ട എല്ലാ തെളിവുകളും അയാൾക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് ജാമ്യം ആയിരിക്കാം. അതായത് ഒരു കേസിലെ 1ാം പ്രതി ആയതുകൊണ്ട് അയാളാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് അർത്ഥമില്ല. പ്രതി അകത്ത് ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ചല്ല 1, 2, 3, 4 എന്ന് പ്രതികളുടെ പട്ടിക ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ 1ാം പ്രതിയെ വെറുതെ വിടുകയും 10ാം പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൾസർ സുനിയെ സംബന്ധിച്ച് പൾസർ സുനി ജയിലിലായിരുന്നു, ജാമ്യത്തിൽ പുറത്തു വന്നു. അയാൾ ഇത് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ആളാണ് അല്ലേ? ഈ പറയുന്ന ആരോപിക്കപ്പെടുന്ന റേപ്പ് എന്ന് പറയുന്ന ഓടുന്ന വാഹനത്തിലിരുന്ന് ഈ നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്ന കൃത്യം ചെയ്ത ആളാണ് പൾസർ സുനി. ദിലീപോ ഇതിന് പ്രേരണ ചെലുത്തിയ ആളെന്നുള്ളതാണ്. ഇത് രണ്ടും ഗ്രാവിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദിലീപിന് ജാമ്യം കിട്ടുകയും പൾസർ സുനി ജയിലിൽ കഴിയുകയും ചെയ്തത്. പിന്നെ പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് ഇപ്പോൾ ജാമ്യം കിട്ടിയതിനകത്ത് വലിയ അസാധാരണമായ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ സുപ്രീം കോടതിക്ക് സമീപകാലത്ത് നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ട്. DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഇവോൾവ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ സിസ്റ്റം എന്ന് പറയുന്നത് ജാമ്യം എല്ലാവരുടെയും അവകാശമാണ്. ഒരാൾ ഇപ്പോൾ പൾസർ സുനിയും കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. അയാൾക്കെതിരെ നടിയെ പീഡിപ്പിച്ചു എന്ന കേസിലെ ആരോപണം മാത്രമേ ഉള്ളൂ. അയാൾ കുറ്റക്കാരനാവുന്നത് അത് വിചാരണ നടത്തി അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുമ്പോൾ മാത്രമാണ് അയാൾ പ്രതിയാവുന്നത് അല്ലേ? ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. ശിക്ഷ കഴിഞ്ഞ് ട്രയൽ കഴിഞ്ഞിട്ട് ഈ പൾസർ സുനിയെ വെറുതെ വിട്ടാൽ അയാൾ ജയിലിൽ കിടന്ന 7.5 വർഷത്തിന് ആര് സമാധാനം പറയും? അതുകൊണ്ട് പൾസർ സുനിയാവട്ടെ, ധന്യയാവട്ടെ, പ്രീതയാവട്ടെ, ഞാനാവട്ടെ, ഒരു കേസിൽ കുറ്റാരോപിതനായി കഴിഞ്ഞാൽ അയാളെ ജയിലിൽ അടയ്ക്കുക എന്നതല്ല നീതി. അയാൾക്ക് ജാമ്യം കൊടുത്ത് പുറത്തു വിടുക, നിവർത്തിയുണ്ടെങ്കിൽ ജാമ്യം കൊടുത്ത് പുറത്തു വിടുക, ലെറ്റ് മീ കംപ്ലീറ്റ്, പുറത്തു വിടുക, എന്നിട്ട് വിചാരണ അതിവേഗത്തിൽ പൂർത്തിയാക്കി ഇയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു തിയറിയാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഈ കുറ്റം തെളിയിക്കപ്പെട്ട് വിചാരണ പൂർത്തിയായി പൾസറിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഇപ്പോഴും ഉറപ്പില്ല. അതുകൊണ്ട് 7.5 വർഷം അയാളുടെ ജീവിതത്തിൽ അയാൾ ജയിലിൽ കഴിഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കട്ടെ എന്നുള്ള വളരെ ലിബറലായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതി. ഈ കേസിൽ മാത്രമല്ല, സമീപകാലത്ത് കെജ്രിവാളിൻ്റെ കേസാണെങ്കിലും അതിനു മുമ്പുള്ള പല കേസുകളിലും ജാമ്യം ബെയിൽ ഈസ് റൂൾ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജാമ്യം കിട്ടുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചേട്ടാ, ഈ റൂൾ ഇരിക്കവേ തന്നെയാണ് പൾസർ സുനി ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകി എന്നതിൻ്റെ പേരിൽ ഹൈക്കോടതി 25,000 രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞത്. അല്ല, അതിനകത്ത് ഹൈക്കോടതി അല്ലല്ലോ, ഈ സുപ്രീം കോടതി അല്ലേ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം. പരമോന്നത നീതിപീഠം പറഞ്ഞിരിക്കുന്നു ഇനി ഇങ്ങനെ വേണം പോകാൻ, അതുകൊണ്ട് താഴെ കോടതികൾ അത് നോക്കണമെന്ന് പറഞ്ഞു. ആ തീരുമാനം, ആ ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ. അപ്പോൾ അതിന് മുൻകാല പ്രാബല്യത്തോടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ജയിലിൽ കിടന്ന എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അത് അസംഭവ്യമാണ്, അസാധ്യമാണ്. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ഈ നിലപാട്, ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ഉദാരമായ നിലപാടെടുക്കണം എന്നുള്ള ഒരു നയത്തിലേക്ക് സുപ്രീം കോടതി മാറിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എല്ലാ കീഴ്ക്കോടതി വരെ ഉണ്ടാവും ഇൻ ഫ്യൂച്ചർ. സാർ, ഇതിലൊരു പ്രധാന കാര്യം എല്ലാവരും ഉന്നയിക്കുന്നത്, സിനിമയിലെ ഒരുപാട് നടന്മാരുമായും നടിമാരുമായും പൾസർ സുനിക്ക് ബന്ധമുണ്ട്. ഇയാൾ പലരുടെയും ഡ്രൈവറായിരുന്നു, ചെറുപ്പം മുതലേ ഇയാൾ ഒരു ക്രിമിനൽ ആയിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത്രയും നടന്മാരുള്ള ഒരു സംഘടനയിൽ നിന്ന് ദിലീപിന്റെ പേരിലേക്ക് മാത്രം ഇയാൾ എത്തിയത് എങ്ങനെയാണ്? പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞതോ? അല്ല, അതിനകത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ പറയാം. ഇതിനകത്ത് ഈ പറയുന്നത് പോലെയുള്ള ഒരു ആരോപണം
ഒരു കുറ്റകൃത്യത്തിൽ ദിലീപിന് പങ്കില്ല എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിയും ദിലീപിൻ്റെ മുൻ ഭാര്യയും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഉണ്ടായ ചില അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ചില ഇഷ്യൂസിൽ, വീടുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസിലുണ്ടായതിൻ്റെ ഒരു പക വീട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ ഉപദ്രവിച്ചു എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റോറി. അതാണ് ഈ കേസിൻ്റെ ഒരു ഒരു ആകത്തുക. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് പൾസർ സുനിയോട് ദിലീപ് ഒരിക്കൽ പറഞ്ഞിരുന്നോ അത്രയാ, അവക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ദിലീപ് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടിയിലിരിക്കുമ്പോഴോ ഒരു ആഘോഷ മൂഡിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ ഇമോഷണലി ഇരിക്കുമ്പോഴോ ഒക്കെ പറഞ്ഞതായിരിക്കാം. അത് മനസ്സിൽ വെച്ചിട്ട് ഇയാൾക്ക് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഈ ക്രിമിനലിന് ഈ പറഞ്ഞ നടിയോട് ഒരു സെക്ഷൽ അട്രാക്ഷനും ആഗ്രഹവും ഉണ്ടായിരുന്നു. അതൊരു സന്ദർഭം ഒത്തു കിട്ടിയപ്പോൾ ഇവൻ അതങ്ങോട്ട് സാധിച്ചെടുക്കുകയും എന്നിട്ട് ദിലീപിനെ വിളിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ദിലീപിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു കാര്യം ദിലീപ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് ദിലീപ് എന്ത് ചെയ്തു? ഡിസോൺ ചെയ്തു. നമ്മൾ ഒരു സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ച് നോക്കിയാൽ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ ദിലീപ് ഈ പൾസർ സുനി പിന്നീട് ദിലീപിൻ്റെ പേര് പോലും പറയാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തത്തില്ലേ? ദിലീപിൻ്റെ ഒക്കെ പണമുണ്ട്, ആവശ്യത്തിന് പണം കൊടുത്ത് അവനെ സൈലൻ്റ് ആക്കാം. ഇത്രയും വലിയൊരു ഗ്രേവ് ഒഫൻസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ദിലീപ് പൾസർ സുനിക്ക് പണം കൊടുക്കാതെ അയാളെ കൈവിട്ട് കളഞ്ഞത്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അങ്ങനെ ദിലീപ് പറഞ്ഞിട്ടാണെങ്കിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവനെ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വക്കീലിനെ ഏർപ്പെടുത്തും, വേണ്ടി വന്നാൽ അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ കടത്തും, ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അവന് ഒരു 10-50 ലക്ഷം രൂപ കൊടുത്ത്, ദിലീപിന് പണത്തിന് വലിയ ക്ഷാമമൊന്നുള്ള സമയമല്ല, അങ്ങനെ അത് ഒതുക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും ദിലീപ് ചെയ്തിട്ടില്ല. ദിലീപ് ഇങ്ങനെ വളരെ ഞാൻ പറഞ്ഞ കഥ പോലെ ഒരു വാചകം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അതൊരു സന്ദർഭമായി ഉപയോഗിച്ച് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്യാം, തൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം നടപ്പാക്കാനും കൂടെ ശ്രമിച്ച ഒരു ക്രിമിനൽ മൈൻഡ് പൾസറിൻ്റെ ഭാഗത്തുണ്ടെങ്കിലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിലീപിനെതിരെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്? ദിലീപിനെ തീർച്ചയായും. കാരണം ദിലീപ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപായിരുന്നു. മലയാളത്തിലെ അമ്മ, നിർമ്മാതാക്കളുടെ സംഘടന, ഫിലിം ചേംബർ, ഡിസ്ട്രിബ്യൂഷൻ, തിയേറ്റർ ഓണർമാരുടെ സംഘടന, ഒരു തിയേറ്റർ ഓണേഴ്സിൻ്റെ സംഘടന തൻ്റെ കയ്യിൽ വരാൻ വേണ്ടി ദിലീപ് ചാലക്കുടിയിൽ ഡി സിനിമാസ് എന്നൊരു തിയേറ്റർ തുടങ്ങി. അങ്ങനെ എല്ലാ സിനിമാ രംഗത്തെ സമസ്ത മേഖലകളെയും തൻ്റെ കൈക്കുള്ളിൽ കൊണ്ടുകിടന്ന സിനിമയിലെ ഒരു മൊണോപ്പൊളിയോ ഒരു കുത്തകയായിരുന്നു ദിലീപ്. ഇത് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിലീപിനെ എങ്ങനെയെങ്കിലും കളഹസ്ഥം ചെയ്ത് പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് വീണ് കിട്ടിയ ഒരു തുരുമ്പായിരുന്നു ഈ പൾസറിൻ്റെ ഈ നടിയുമായിട്ട കേസ്. ഒരുപാട് പേര് അതിനുവേണ്ടി ദിലീപിനെതിരെ ലോബി ചെയ്തിട്ടുണ്ട്, പൾസറിനെ സഹായിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ നോക്കേണ്ടത് ദിലീപിൻ്റെ സിനിമാ രംഗത്തുള്ള ഒരു പോക്ക്. ഇപ്പം അദ്ദേഹത്തിന് സിനിമകളൊക്കെ വീഴുന്നുണ്ട്. ഒരു രാംലീല എന്ന് പറഞ്ഞൊരു സിനിമ മാത്രമാണ് ഇടയ്ക്കൊന്ന് ഹിറ്റായി പോയത്. ബാക്കി എല്ലാ സിനിമകളും വീണു. ദിലീപിനെ ഈ ഫാമിലി ഓഡിയൻസിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇപ്പോൾ വലിയ കാര്യമല്ല. കാരണം അതുപോലെ മീഡിയ വിചാരണ നടന്ന് ദിലീപിനെ ഭയങ്കരമായ ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ദിലീപ് എല്ലാ തരത്തിലും 100% പെർഫെക്റ്റ് ആണെന്ന അഭിപ്രായമൊന്നുമില്ല. സിനിമ മേഖല മുഴുവൻ തൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് മറ്റ് സൂപ്പർ താരങ്ങളുടെ സിനിമകൾ തോൽപ്പിക്കാൻ വേണ്ടി തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ദിലീപിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത്, ദിലീപിൻ്റെ കാലത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ സിനിമകളായിരുന്നു. മലയാള സിനിമയിൽ ഇടുക്കി ഗോൾഡ് പോലെയുള്ള സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ മാഫിയകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ദിലീപ് അങ്ങ് പോയതിന് ശേഷം മലയാള സിനിമ വളരെ പെട്ടെന്ന് നമ്മൾ കാണാത്ത കേൾക്കാത്ത കുറേ ആളുകളുടെ കൈകളിലേക്ക് സിനിമ മാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ദിലീപ് വീഴേണ്ടത് ചിലരുടെ ആവശ്യമായിരുന്നു. അതിനെ നിങ്ങൾ മട്ടാഞ്ചേരി മാഫിയെന്നോ മയക്കുമരുന്ന് മാഫിയെന്നോ എന്തൊക്കെ വിളിച്ചാലും ദിലീപ് പലരുടെയും വഴിമുടക്കിയായിരുന്നു. അത് സിനിമാ രംഗത്ത് ദിലീപിനെ ചെത്തി മുറിച്ച് മാറ്റാനുള്ള ഒരവസരമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെതിരെ മൊഴി കൊടുക്കാനും തെളിവുകളുമായി വന്ന ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളിനെതിരെ ഫേക്ക് പീഡന പരാതി ഉന്നയിപ്പിച്ചതിൽ ദിലീപിന് പങ്കുണ്ടെന്നാണല്ലോ പറയുന്നത്. ആര് പറയുന്നു എന്നാണ് പിന്നെ ബാലചന്ദ്രൻ ആരോപിച്ചത്. ബാലചന്ദ്രൻ ദിലീപിന് അയാളെ തെളിവുകളുമായി വന്ന് തന്നെ ഈ പല നടിമാരും നടന്മാരും ഈ കൂറുമാറ്റം നടത്തിയത് അത് ദിലീപിന്റെ പ്രേരണയോടെയാണ് എന്നൊക്കെയുള്ള ചില ഇപ്പൊ ഈ മാധ്യമ വിചാരണ തന്നെയാണ്. അത്തരത്തിൽ ചില ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ അത്തരത്തിൽ പല നടിമാരും ആദ്യം ദിലീപിനെതിരെ പറഞ്ഞു, പിന്നെ ദിലീപിനോടൊപ്പം ചേർന്ന് നിന്നു. അത് അവസരങ്ങൾക്ക് വേണ്ടി സിനിമ കൊടുത്ത് ദിലീപ് ഒതുക്കിയതാണ് എന്നൊക്കെ. ദിലീപിന് പടമില്ലല്ലോ. ദിലീപിന് എത്ര പടമുണ്ട്? വർഷത്തിലൊരു പടം പോലും വരും. അപ്പോൾ ദിലീപ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് ഒതുക്കി എന്ന് പറയുന്നതിന് ഒരു ബേസ് ഇല്ല. കാരണം ദിലീപ് സിനിമയിൽ ഇപ്പോൾ വളരെ ആക്റ്റീവ് അല്ല. ദിലീപ് അവസാനം ഇറക്കിയ തങ്കമണി മറ്റൊരു സിനിമ അവസാനം ഇറങ്ങി അല്ലേ, ആ സിനിമയും വീണുപോയി. അപ്പോൾ ദിലീപ് ആർക്കാണ് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സിനിമകളിലൊക്കെ നിലവിലുള്ള ഈ പറയുന്ന ഈ ആരോപണ വിധേയരോ സാക്ഷികളോ ഒക്കെ ആയിരുന്ന ആളുകൾക്കൊന്നും അവസരം കൊടുത്തിട്ടില്ലല്ലോ.
അപ്പോൾ അതൊക്കെ ഫേക്ക് നറേഷൻസ് ആണ്. അപ്പോൾ ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടി ഞാൻ ഇരിക്കുകയല്ല. കാരണം ഒരു കോമൺ സെൻസാണ്. ഞാനൊരു കുറ്റകൃത്യം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിച്ചു, പ്രീതയെ ഏൽപ്പിച്ചു. പ്രീത അത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പേര് പ്രീത പറയാതിരിക്കാൻ ഞാൻ പ്രീതയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തും ചെയ്യും. അല്ലാതെ പ്രീത അത് ചെയ്തെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല, പോയി എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് ഹോസ്റ്റലാക്കാൻ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ തയ്യാറാവുക. എന്തുകൊണ്ടാണ് പൾസർ സുനിയെ ദിലീപ് കൈവിട്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ പണം കൊടുത്ത് ഒതുക്കാൻ പണം ഇല്ലാഴിക ദിലീപിൻ്റെ കയ്യിലില്ല. അപ്പോൾ അതൊരു നമുക്ക് പിന്നെ മാത്രമല്ല ദിലീപിനെ നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള എന്ത് ലിങ്കാണ് ഉള്ളത്? പൾസർ സുനിയുടെ മൊഴി മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു. പിന്നെ ഈ പൾസർ സുനി ഉണ്ടായിരുന്നിടത്ത് നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ദിലീപ് ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ മൊബൈൽ റേഞ്ചുണ്ട് 5 കിലോമീറ്റർ പരിധി അല്ലെങ്കിൽ 3 കിലോമീറ്റർ പരിധി എന്നൊക്കെ പറയുന്നത് എന്ത് യുക്തിയാണ് ഉള്ളത്? അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഈ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ പറയുമായിരിക്കും ദിലീപിനെ വെള്ള പോശാൻ ഇയാൾ വൈറ്റ് വാഷായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാനൊരു കോമൺ സെൻസിൽ നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് പറയുകയാണ്, ദിലീപിനെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുത്താനുള്ള മതിയായ തെളിവുകൾ ഈ കേസിലില്ല. ഈ കേസ് ഇപ്പോൾ ലാഗ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ 87 ദിവസം ബിജു പൗലോസ് എന്ന് പറഞ്ഞാൽ USPയെ ചോദ്യം ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചോദ്യം ചെയ്തതിനല്ല, വിസ്തരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രതിക്ക് തൻ്റെ ഡിഫൻസിന് വേണ്ടി ഒരാളിൽ നിന്ന് പരമാവധി കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് കോടതി വകവെച്ചു കൊടുത്താണ്. അത് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അത് വിചാരണ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. എത്ര നിങ്ങൾ വിചാരണ 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് സുപ്രീം കോടതിക്ക് എങ്ങനെ പറയാൻ പറ്റും? 5 ദിവസം 3 ദിവസം ഈ വിചാരണയ്ക്ക് വരേണ്ട ഒരാൾ, വിസ്താരത്തിന് വരേണ്ടുന്ന ഒരാൾ പനിയടിച്ച് ബോധം കെട്ട് വീണാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതൊന്നും ഒരു ഗൈഡ് ലൈൻസ് സ്ട്രിക്റ്റായിട്ട് വെച്ച് ചെയ്യാവുന്ന കാര്യമൊന്നുമല്ല. ഒരു റീസണബിളായ സമയം എല്ലാത്തിനും എടുക്കും. റീസണബിൾ അല്ലെങ്കിൽ നമുക്ക് സസ്പീഷൻ വരുന്ന സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ കേസ് ലാഗ് ചെയ്യാൻ ദിലീപ് മാത്രമാണോ? ഈ പറയുന്ന ആരോപണ പീഡനത്തിന് വിധേയമായി എന്ന് പറയുന്ന നടി ഇര എത്ര കേസുകളുമായിട്ട് പോയി ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു അല്ലേ? ഏറ്റവും അവസാനം മറ്റേ ഈ മെമ്മറി കാർഡിൻ്റെ പെൻഡ്രൈവിൻ്റെ ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞു. പിന്നെ ആ ജഡ്ജിക്കെതിരെ വേറെ പരാതിയായിട്ട് ഹൈക്കോടതി പോയി. എത്ര കേസുകൾ അവർ കൊടുത്തു? ഇതെല്ലാം കേസിനെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിചാരണ കൃത്യമായി നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അപ്പോഴും ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ദിലീപിന് ഈ കേസിൽ ശിക്ഷിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. ദിലീപ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുമെന്നും വിശ്വസിക്കാതിരിക്കാനാണ് എനിക്കിഷ്ടം. ഇതൊരു അപ്രിയമായ കാര്യമാണ്, എന്നാൽ പോലും അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല.